PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LTC LGS പരീക്ഷകൾക്കായുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകളാണ് നമ്മുടെ ഈ ചാനലിലൂടെ നൽകി വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ കമൻസൊക്കെ കണ്ടു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ മിസ്സ് നിങ്ങളുടെയൊക്കെ സ്നേഹത്തിൻ്റെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ഉഷാറായിട്ടുണ്ട്. അത് കണ്ടതിൽ അതിലേറെ സന്തോഷമുണ്ട് കേട്ടോ. നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ എനർജി തന്നെയാണത്. ബീന മിസ് ഒന്ന് പൂർണ്ണമായിട്ട് ഓക്കെ ആവുന്നത് വരെ മിസ്സിനെ സഹായിക്കാനായിട്ട് പറ്റുന്ന പോലെ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷം നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ ഈ ക്ലാസ്. എൻ്റെ ശബ്ദത്തിന് ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ വീഡിയോയിൽ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സദയം ക്ഷമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സിൽ സിലബസിൽ അവശേഷിക്കുന്ന ഭാഗങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ചിട്ട് റിവിഷനിലേക്ക് പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങളിലെ ഒരു പോർഷൻ നോക്കുകയാണ്. കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഭാഗത്തിലെ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ടോപ്പിക്കിൽ ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ എന്നത് നമ്മളിന്ന് പൂർണ്ണമായിട്ട് പഠിച്ചു തീർക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. PSCയുടെ ചോദ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടൊരു ഭാഗം തന്നെയാണിത്. കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് 3ഓളം ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൊരു ഭാഗമാണ് ഈ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇന്ത്യയിലെ ഗ്രാമീണ ജനവിഭാഗങ്ങൾക്ക് തൊഴിൽ നൽകുകയും ഗ്രാമീണ മേഖലകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന പദ്ധതികളാണിത്. കുറച്ച് പദ്ധതികളുണ്ട്. അത് ഏതൊക്കെയാണെന്നും അവയുടെ പ്രധാനപ്പെട്ട ദിവസങ്ങളും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണ്. കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു പദ്ധതിയും കൂടിയാണിത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് ചേർത്ത് വെച്ച് ഓർത്തിരിക്കാൻ പാകത്തിന് പഠിക്കുന്നു എന്ന് മാത്രം. ഇനി ബാക്കിയുള്ള പദ്ധതികളൊക്കെ കുറച്ച് ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണ്. വലിയ ഭാഗം കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞല്ലോ. സോ നമുക്കത് വെച്ച് തന്നെ തുടങ്ങാം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അല്ലെങ്കിൽ MGNREGP 2005 വിജ്ഞാപനം ചെയ്തിട്ടുള്ള ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ അവിദഗ്ധ തൊഴിൽ ദിനങ്ങൾ പ്രദാനം ചെയ്യുന്നുണ്ട്. കുടിവെള്ളം, റോഡുകൾ, കെട്ടിടങ്ങൾ, ചെറുകിട കൃഷി പ്രവർത്തനങ്ങൾ തുടങ്ങിയ വികസന പ്രവർത്തനങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. 2005 സെപ്റ്റംബർ 5 ഈ ഒരു നിയമം പാസ്സാക്കിയത്. ലോകസഭയും രാജ്യസഭയും പാസ്സാക്കിയ ദിവസങ്ങളും വർഷങ്ങളും ഒന്നും അത്ര പ്രാധാന്യത്തോടു കൂടി PSC ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് അതിവിടെ ഉൾപ്പെടുത്തുന്നത്. എന്നാൽ ഈ ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. 2005 സെപ്റ്റംബർ 5 നമ്മുടെ ഈ നിയമം പാസ്സാക്കിയത്. ഈ ഒരു സമയത്തെ പ്രസിഡൻറ്റും പ്രധാനമന്ത്രിയും ആരാന്നുള്ളൊരു ചോദ്യം വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. APJ അബ്ദുൽ കലാം സാർ ആയിരുന്നു ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്ന സമയത്തെ പ്രസിഡൻറ്റ്. അതുപോലെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. നമ്മൾ മറക്കാതെ പഠിക്കേണ്ടതാണ്. പ്രസിഡൻ്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം സാറ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗും ആയിരുന്നു. എന്നാണ് നിയമം പാസ്സാക്കിയത്? 2005 സെപ്റ്റംബർ 5. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുടുംബത്തിലെ മുതിർന്ന അംഗത്തിന് 100 ദിവസത്തെ അവിദഗ്ധ തൊഴിൽ ഉറപ്പ് വരുത്തുന്നൊരു പദ്ധതിയാണ് ഈ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. അപ്പോൾ 2005 സെപ്റ്റംബർ 5 പാസ്സാക്കിയ ഈ ഒരു നിയമം വഴി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം അല്ലെങ്കിൽ NREGP നിലവിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട ദിവസമാണ്. നമ്മൾ ഓർത്ത് വയ്ക്കണം. 2006 ഫെബ്രുവരി 2. 2006 ഫെബ്രുവരി 2 നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നിലവിൽ വരുന്നത് കേട്ടോ. അപ്പോൾ 2 തീയതികളും വളരെ പ്രധാനപ്പെട്ടതാണ്. 2005 സെപ്റ്റംബർ 5 ഈ ഒരു നിയമം പാസ്സാക്കി. 2006 ഫെബ്രുവരി 2 നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നിലവിൽ വന്നു. ഇനി ഒരു തീയതി കൂടെ വളരെ പ്രധാനപ്പെട്ടതായിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന സ്ലൈഡിൽ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഒരു പോയിൻ്റ് കൂടെ പറയാനുണ്ട്. 2006 ഫെബ്രുവരി 2 ഈ ഒരു പദ്ധതി നിലവിൽ വന്നു നമ്മൾ പറഞ്ഞല്ലേ. ഓക്കെ. അപ്പോൾ അന്ന് നിലവിൽ വരുമ്പോൾ ഇതിൻ്റെ പേര് നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നായിരുന്നു. NREGP. അവിടെ MG മുന്നിലില്ല, ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ. അതിനുശേഷം ഈ 2006 ഫെബ്രുവരി 2 നിലവിൽ വരുന്ന ഈ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ 200 ജില്ലകളെയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ തിരഞ്ഞെടുത്തത്. അതിൽ കേരളത്തിൽ നിന്ന് 2 ജില്ലകൾ കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഏതൊക്കെയാണത്? പാലക്കാടും വയനാടും.
അപ്പോൾ ആദ്യഘട്ടത്തിൽ 200 ജില്ലകളെ തിരഞ്ഞെടുത്തു. അതിൽ നിന്ന് കേരളത്തിൽ ഉൾപ്പെട്ട 2 ജില്ലകളാണ് പാലക്കാടും വയനാടും. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആയതുകൊണ്ട് തന്നെ ഏത് മന്ത്രാലയത്തിന് കീഴിലായിരിക്കും? ഗ്രാമവികസന മന്ത്രാലയം, കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ഗ്രാമപഞ്ചായത്തുകൾക്ക് ചുമതല നൽകിക്കൊണ്ട് നടപ്പിലാക്കി വരുന്നത് കേട്ടോ. അപ്പോൾ ചുമതല ആർക്കാണ്? ഗ്രാമപഞ്ചായത്തുകൾക്ക്. അതുപോലെ ഇതിൻ്റെ സോഷ്യൽ ഓഡിറ്റ്, ഈ ഒരു പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ഗ്രാമസഭയാണ്. ഓർത്ത് വയ്ക്കുക, ഈ ഒരു പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല വരുന്നത് ഗ്രാമപഞ്ചായത്തുകൾക്കും പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത് ഗ്രാമസഭയുമാണ്. ഇനി മസ്തൂർ കിസാൻ ശക്തി സംഗതൻ, വേറെ എവിടെയോ കേട്ടിട്ടുണ്ട് അല്ലേ? അത് തന്നെയാണ്, നിങ്ങൾ ഉദ്ദേശിച്ചത് കറക്റ്റാണ്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ കാരണമായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഗതൻ. ആരാണ് സ്ഥാപിച്ചതെന്ന് ഓർമ്മയുണ്ടോ? അരുണ റോയ് ആണ് കേട്ടോ. എവിടെയാണ് ആസ്ഥാനം വരുന്നത്? രാജസ്ഥാൻ. ഈ കണക്റ്റഡ് ഫാക്ട്സ് ഇപ്പോൾ കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ എന്തിനാണിതിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഒരു സംഘടനയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കത് മിസ്സാവാനായിട്ട് പാടില്ല. അപ്പോൾ മസ്തൂർ കിസാൻ ശക്തി സംഗതനാണ് ഈ ഒരു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ച സംഘടന. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, മൂന്നാമതായിട്ട് പ്രധാനപ്പെട്ട ഒരു തീയതിയും കൂടെ ഓർത്തിരിക്കാനുണ്ടെന്ന്. അതാണ് ഇനി പറയാൻ പോകുന്നത്. 2009 ഒക്ടോബർ 2-ന്. ഒക്ടോബർ 2-ന് എന്താ പ്രത്യേകത? ഗാന്ധി ജയന്തി അല്ലേ? അപ്പം ഓർത്തിരിക്കാൻ എളുപ്പമായി. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് നമ്മുടെ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിനെ റീനെയിം ചെയ്ത ദിവസമാണ്. പുനർനാമകരണം ചെയ്തത് 2009 ഒക്ടോബർ 2-നാണ്. NREGP എന്നുള്ള പേര് MGNREGP എന്ന് മാറ്റിയ ദിവസമാണ് 2009 ഒക്ടോബർ 2. നമ്മൾ ഇത്ര നേരം പറഞ്ഞതും ഗ്രാമപ്രദേശത്തെ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് അല്ലേ? അപ്പോൾ ഇനി കേരളത്തിലെ നഗരങ്ങളിലെ തൊഴിലുറപ്പ് പദ്ധതി അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് കേട്ടോ. അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 മുതലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അതേ സവിശേഷതകൾ തന്നെയാണ് ഈ ഒരു നഗര പദ്ധതിക്ക് ഉള്ളത്. നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന അവിദഗ്ധ കായിക തൊഴിൽ ചെയ്യാൻ സന്നദ്ധതയുള്ള ഓരോ കുടുംബത്തിലെയും പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 100 ദിവസം തൊഴിൽ ഉറപ്പാക്കുകയും അതിലൂടെ കുടുംബങ്ങളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കുകയുമാണ് നഗരത്തിലെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യം. ഈ പദ്ധതി എവിടെയാണ് നടപ്പിലാക്കുന്നത്? കേരളത്തിലെ എല്ലാ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലാണ് കേട്ടോ. നമ്മൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ ഏറ്റെടുത്ത് നടത്താവുന്ന എല്ലാ പ്രവൃത്തികളും തന്നെ നഗരത്തിൽ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഏറ്റെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്കൊരു പേരാണ് പഠിക്കാനുള്ളത്, ജീൻ ഡ്രസ്സെ. ഞാനിതൊരു ചോദ്യ പേപ്പറിലാണ് കണ്ടത്, ഒരു മോക്ക് ടെസ്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചോദ്യം ഇതാണ്, തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ് ആരാണ് എന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉത്തരമാണ് ജീൻ ഡ്രസ്സെ. ഈ ജീൻ ഡ്രസ്സെ എന്ന് പറയുന്ന ആൾ ഒരു ബെൽജിയൻ വംശജനായിട്ടുള്ള ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അതുപോലെ സാമൂഹിക പ്രവർത്തകനുമായിരുന്നു കേട്ടോ. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു 2005 പാസ്സാക്കിയിട്ടുള്ള ഈ ഒരു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ പ്രധാന ശില്പികളിൽ ഒരാൾ. അപ്പോൾ എന്തായിരുന്നു പേര്? ജീൻ ഡ്രസ്സെ. ബെൽജിയൻ വംശജനായ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ ജീൻ ഡ്രസ്സെ. വേണമെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പോകുമ്പോൾ ഒന്നും ജീൻസ് പോലത്തെ ഡ്രസ്സൊന്നും ഇട്ടിട്ട് പോകില്ലല്ലോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ഓർത്തിരിക്കാം. കോഡായിട്ട് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മൾ വേറെ ഒരു അർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്? ഗ്രാമപഞ്ചായത്തുകൾക്കാണ് ഈ പദ്ധതിയുടെ ചുമതല. അതുപോലെ മസ്തൂർ കിസാൻ ശക്തി സംഘടനയാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരാൻ കാരണമായിട്ടുള്ള സംഘടന. 2009 ഒക്ടോബർ 2-ന് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തു. അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 മുതൽ നിലവിൽ വന്നു. ബെൽജിയംകാരനായിട്ടുള്ള ജീൻ ഡ്രസ്സെയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതാവ്. ഇനി എന്താണ് ജോബ് കാർഡ്?
ജോബ് കാർഡ് എന്ന് പറയുന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്ന സംവിധാനമാണ് ജോബ് കാർഡ് എന്ന് പറയുന്നത്. ജോബ് കാർഡ് നൽകുന്നത് പഞ്ചായത്താണ്. ഈ ഒരു കാർഡിനെ അപേക്ഷിച്ച് 15 ദിവസത്തിനകം കാർഡ് ലഭ്യമാകണമെന്നും പറയുന്നുണ്ട്. അതുപോലെ 5 വർഷമാണ് ഈ ഒരു കാർഡിൻ്റെ കാലാവധി. ഒരു കുടുംബത്തിന് ഒരു കാർഡ് എന്നതാണ് നിരക്ക്. ജോബ് കാർഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. MGNREGP സ്കീമിന് കീഴിൽ ജോലിക്ക് അർഹതയുള്ള ഒരു തൊഴിലാളിയെ റെൻഡർ ചെയ്യുന്നതിനായിട്ടുള്ള ഒരു രേഖയാണ് ജോബ് കാർഡ്. അടുത്തതായിട്ട് നമ്മൾ 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങളെക്കുറിച്ചല്ലേ പറഞ്ഞത്. അതിലൊരു വ്യത്യാസമുള്ളൊരു കാര്യം പറഞ്ഞുതരാം. വനാവകാശ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾക്കും അതുപോലെ വനവാസികളായിട്ടുള്ള ആളുകൾക്കും മറ്റു ഭൂമിയില്ല എന്നുണ്ടെങ്കിൽ 150 ദിവസത്തെ തൊഴിൽ ദിനങ്ങളായിരിക്കും നൽകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മറ്റ് ഭൂമികളൊന്നുമില്ലാത്ത വനാവകാശ നിയമത്തിൻ്റെ ഗുണഭോക്താക്കളായിട്ടുള്ളവർക്കും അതുപോലെ വനവാസികളായിട്ടുള്ള ജനങ്ങൾക്ക് 150 ദിവസത്തെ തൊഴിൽ ദിനങ്ങളാണ് ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ കൊടുക്കുന്നത്. 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയുമാണ് ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് തൊഴിലിന് അർഹരായവർ എന്ന് കണക്കാക്കുന്നത്. വയസ്സ് എത്രയായിരുന്നു? 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും. എന്നാൽ ഇതിൽ സ്ത്രീകൾക്കാണ് മുൻഗണന ലഭിക്കുക കേട്ടോ. സ്ത്രീകൾക്ക് മുൻഗണന മാത്രമാണുള്ളത്. പുരുഷന്മാരെയും സ്ത്രീകളെയും പരിഗണിക്കും. ഏത് പ്രായത്തിനിടയിൽ? 18 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ. ഇത് എടുത്ത് പറയാൻ കാരണം ഏതൊരു ചോദ്യപേപ്പറിൽ കാണുകയുണ്ടായി. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു സ്ത്രീകളെ മാത്രമേ പരിഗണിക്കുന്നുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല, പുരുഷന്മാരെയും പരിഗണിക്കും, സ്ത്രീകളെയും പുരുഷന്മാരെയും പരിഗണിക്കും. സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്നു എന്ന് മാത്രം. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാം. ജോബ് കാർഡ് എന്താണ്? ജോബ് കാർഡ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗമാകാൻ താല്പര്യമുള്ളവർക്ക് 100 ദിവസത്തെ തൊഴിലുറപ്പ് നൽകുന്നതിനുള്ള ഒരു സംവിധാനമാണ് ജോബ് കാർഡ്. ഉറപ്പാക്കുന്ന ഒരു കാർഡ് അതാണ്. ജോബ് കാർഡ് നൽകുന്നത് ആരാണ്? പഞ്ചായത്താണ്. ജോബ് കാർഡ് നൽകുന്നത് പഞ്ചായത്താണ്. ഈ കാർഡിനെ അപേക്ഷിച്ച് 15 ദിവസത്തിനകം കാർഡ് ലഭ്യമാകണമെന്ന നിയമമുണ്ട്. അതുപോലെ ഈ ഒരു കാർഡിൻ്റെ കാലാവധി 5 വർഷമാണ്. ഒരു കുടുംബത്തിന് ഒരു കാർഡാണ് കേട്ടോ. ഇനി എന്താണ് 150 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് പറഞ്ഞത്? ഓർത്ത് നോക്കിയേ. ഓക്കെ, വനാവകാശ നിയമത്തിൻ്റെ ഗുണഭോക്താക്കൾക്കും വനവാസികളായിട്ടുള്ള ആളുകൾക്കും മറ്റു ഭൂമിയൊന്നുമില്ല എന്നുണ്ടെങ്കിൽ 150 ദിവസത്തെ തൊഴിൽ ദിനങ്ങളായിരിക്കും നൽകുന്നത്. ഇനി ജനറലി പറയുമ്പോൾ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഈ ഒരു സ്കീമിൻ്റെ കീഴിൽ ഏത് പ്രായത്തിനിടയിൽ? 18നും 60നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുടെ കീഴിൽ അർഹരായവരായിട്ട് കണക്കാക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീകൾക്കാണ് മുൻഗണന നൽകുന്നത്. ഇനിയുള്ള പോയിൻറ്റ്സൊക്കെ ചെറിയ ചെറിയ പോയിൻറ്റ്സാണ്, ഫാക്ട്സാണ്. നമ്മളത് അങ്ങനെ തന്നെ പഠിച്ചിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഒരു വിഹിതം എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. 90% ഈ ഒരു പദ്ധതിയുടെ വിഹിതം വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനാണ്. ബാക്കിയുള്ള 10% സംസ്ഥാന സർക്കാരുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 90% കേന്ദ്ര സർക്കാർ വിഹിതവും ബാക്കിയുള്ള 10% സംസ്ഥാന സർക്കാരുമാണ് എടുത്തിട്ടുള്ളത്. ഇനി വേതനം ആഴ്ച തോറും നൽകണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിയമത്തിൽ. അപ്പോൾ വേതനം ആഴ്ചയിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ 14 ദിവസത്തിന് മുന്നേയെങ്കിലും നൽകണം എന്നാണ് പറയുന്നത്. വേതനം ആഴ്ച തോറുമാണ് നൽകേണ്ടത്. ഇനി അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ 14 ദിവസത്തിന് മുന്നേയെങ്കിലും നൽകണം. അപ്പോൾ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഹരിയാനയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. 2024-25 കണക്ക് പ്രകാരമാണ് 374 രൂപയാണ് ഹരിയാന നൽകുന്ന വേതനം. ഏറ്റവും കുറവ് വേതനം അപ്പോൾ എവിടെയാണ്? അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലുമാണ് ഏറ്റവും കുറവ് വേതനം വരുന്നത്. എത്ര രൂപയാണ്? 234 രൂപ. ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ആരാണ്? ഹരിയാനയാണ്. ഹരിയാന 374 രൂപയും. ഏറ്റവും കുറവ് വേതനം നൽകുന്നത് അരുണാചൽ പ്രദേശും നാഗാലാൻഡുമാണ്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ്. അവിടെ എത്ര രൂപയാണ്? 347 രൂപ. ഏറ്റവും കുറവോ? കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് വരുന്നത് ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. അവിടെ എത്ര രൂപയാണ്? 259 രൂപ.
കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ വേതനം നൽകുന്നത് ആൻഡമാൻ നിക്കോബാർ ആണ്. അവിടെ 347 രൂപയാണ്. അതുപോലെ ഏറ്റവും കുറവ് വരുന്നത് ജമ്മു കാശ്മീരും ലഡാക്കുമാണ്, 259 രൂപ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? 90% കേന്ദ്ര സർക്കാർ വിഹിതവും 10% സംസ്ഥാന സർക്കാരുമാണ് ഈ ഒരു പദ്ധതിക്ക് നൽകുന്നത്. ഇനി വേതനം ആഴ്ച തോറും നൽകണം എന്നാണ് പറയുന്നത്. ഇനി അഥവാ ആഴ്ചയിൽ നൽകാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ 14 ദിവസത്തിന് മുന്നേ എങ്കിലും നൽകിയിരിക്കണം. ഏറ്റവും കൂടുതൽ വേതനം ഏത് സംസ്ഥാനത്താണ്? ഹരിയാനയിലാണ്. എത്ര രൂപയാണ്? 374 രൂപ. ഏറ്റവും കുറവ് വേതനം എവിടെയാണ്? അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ് എന്നീ സംസ്ഥാനങ്ങൾ. എത്ര രൂപയാണ്? 234 രൂപ. കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ ഏറ്റവും കൂടുതൽ വേതനം ആൻഡമാൻ നിക്കോബാറിലാണ്, 347 രൂപ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് വേതനം എവിടെയാണ്? ജമ്മു കാശ്മീരിലും ലഡാക്കിലും, 259 രൂപ. ഇനി നമ്മൾ ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് താമസ സ്ഥലത്ത് നിന്ന് 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിലായിരിക്കും ജോലി ചെയ്യേണ്ട ഒരു പരിധി എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തു പോയി ജോലി ചെയ്യേണ്ടി വന്നാൽ 10% അധികം വേതനം ലഭിക്കും എന്നും ഈ ഒരു നിയമത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത പോയിന്റ്. 5 കിലോമീറ്റർ ചുറ്റളവിന് പുറത്തു പോകേണ്ടി വന്നാൽ 10% അധികം വേതനം ലഭിക്കും. നമ്മൾ ചില പ്രോഗ്രാമുകളൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ, ഒരു പ്രോഗ്രാം മറ്റൊരു പ്രോഗ്രാമുമായി ലയിപ്പിച്ചു എന്നൊക്കെ. അപ്പോൾ അതുപോലുള്ളൊരു കാര്യമാണ് നമ്മുടെ ഈ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിലേക്ക് ലയിപ്പിച്ച കുറച്ച് പദ്ധതികളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഗ്രീൻ ഇന്ത്യ പദ്ധതി, 2001 സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതി, 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. ഇതൊക്കെ ഈ മൂന്നും നമ്മുടെ ഈ ഒരു നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൽ ലയിപ്പിച്ച പദ്ധതികളാണ്. ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി ഏതൊക്കെയായിരുന്നു. ഗ്രീൻ ഇന്ത്യ പദ്ധതി, സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന പദ്ധതി, നാഷണൽ ഫുഡ് ഫോർ വർക്ക്. ഇനി ഈ ഒരു പേര് ഓർത്തിരിക്കുക, മൻരേഗ അല്ലെങ്കിൽ MGNREGA സമീക്ഷ. അപ്പോൾ എന്താണത്? MGNREGA സമീക്ഷ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൻ്റെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരം അറിയപ്പെടുന്ന പേരാണ്. എന്താണ്? ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരം അറിയപ്പെടുന്ന പേരെന്താണ്? MGNREGA സമീക്ഷ. സമീകരിച്ച് വെക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓർത്തിരുന്നാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒന്നിച്ച് സമീകരിച്ച് വെച്ചിട്ടുണ്ട് ഈ പഠനങ്ങളെല്ലാം എന്നോർത്തിരിക്കുകയാണെങ്കിൽ നമുക്കത് മാറിപ്പോയില്ല. സമീക്ഷ, MGNREGA സമീക്ഷ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമിൻ്റെ ഗവേഷണ പഠനങ്ങൾ ഉൾപ്പെടുന്ന ഗ്രന്ഥസമാഹാരത്തിൻ്റെ പേരാണ് കേട്ടോ. അടുത്തതും അതുപോലെ തന്നെയുള്ളൊരു ടേമാണ് MGNREGA പ്ലാറ്റ്ഫോം. അത് മൊബൈൽ പ്ലാറ്റ്ഫോമാണ് കേട്ടോ. ഈ ഒരു തൊഴിലുറപ്പ് പദ്ധതി കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കുന്നതിന് വേണ്ടിയിട്ട് വികസിപ്പിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അത് ആരംഭിച്ചത് കർണാടകയാണ്. ഇതും ഒരു ചോദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. MGNREGA പ്ലാറ്റ്ഫോം, മൊബൈൽ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് കർണാടകയാണ്. ഓർത്ത് വയ്ക്കുക, കർണാടകയിലാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ആരംഭിച്ചത്. ഈ ഒരു പദ്ധതി കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഈ ഒരു പദ്ധതിയുടെ സുതാര്യതയും ഉത്തരവാദിത്വമൊക്കെ ഉറപ്പുവരുത്തണ്ടേ? അതിന് വേണ്ടിയിട്ട് ഓംബുഡ്സ്മാനെ നിയമിക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ എല്ലാ ജില്ലകളിലും ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ് കേട്ടോ. ആദ്യ സംസ്ഥാനം കേരളമാണ്. ഓംബുഡ്സ്മാനെ നിയമിച്ച എല്ലാ ജില്ലകളിലും ഓംബുഡ്സ്മാനെ നിയമിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ഇനി 2 സെക്ഷൻസും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഇനിയുള്ള 2 സെക്ഷൻസ് നോക്കാം. 2 സെക്ഷൻസും പ്രതിപാദിക്കുന്നത് കൗൺസിലിനെ പറ്റിയാണ്, ഈ ഒരു തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി. ഒന്ന് കേന്ദ്രവും ഒന്ന് സംസ്ഥാനവും ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ സെക്ഷൻ 10 കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 10. സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 12. ആദ്യം കേന്ദ്രം വരും, പിന്നെ സംസ്ഥാനം വരും. അപ്പോൾ സെക്ഷൻ 10
12 അങ്ങനെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? എല്ലാ ജില്ലകളിലും ഓംബുഡ്സ്മാനെ നിയമിച്ചത് കേരളമാണ്. അതുപോലെ കേന്ദ്ര തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 10 രണ്ടാമതായിട്ട് സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി കൗൺസിൽ അല്ലെങ്കിൽ സംസ്ഥാന തൊഴിലുറപ്പ് കൗൺസിലിനെ പറ്റി പ്രതിപാദിക്കുന്നത് സെക്ഷൻ 12 അടുത്തത് നമ്മളൊരു ടേം പഠിക്കാൻ പോവാണ്, NREGA സോഫ്റ്റ്. അപ്പോൾ എന്താണ് NREGA സോഫ്റ്റ്? സോഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സോഫ്റ്റ്വെയർ എന്നൊന്ന് ആലോചിക്കാവുന്നതേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ NREGA സോഫ്റ്റ് എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ നടപ്പാക്കലും പരിപാലനവും ത്വരിതപ്പെടുത്താൻ വേണ്ടി വികസിപ്പിച്ച ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ MGNREGAയുടെ കാര്യക്ഷമത മുഖ്യ ലക്ഷ്യമാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ഫണ്ട് മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് ഫണ്ടുകളുടെ ഉപയോഗത്തെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ മൊബൈൽ ഫോണുകളിലൂടെ ആക്സസ് ചെയ്യാനും ഉപഭോക്താക്കൾക്ക് സൗകര്യം കൊടുക്കുകയാണ് ഈ ഒരു NREGA സോഫ്റ്റ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്. അപ്പോൾ MGNREGA സോഫ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഈ ഒരു ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു ടേമാണ് ഇത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞു. നമുക്കിനി മറ്റ് പ്രോഗ്രാമുകൾ നോക്കാം. അടുത്തത് നമ്മൾ ട്രൈസം അല്ലെങ്കിൽ ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് നോക്കുന്നത്. എന്താ ഇതിൻ്റെ മലയാളം വരുന്നത്? ഗ്രാമീണ യുവാക്കൾക്ക് സ്വയം തൊഴിൽ പരിശീലനം. എന്തായിരിക്കും ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെയാണ്, ഗ്രാമീണ യുവാക്കൾക്ക് സാങ്കേതികവും സംരംഭകത്വവുമായ കഴിവുകൾ പ്രദാനം ചെയ്ത് കൊടുത്തിട്ട് അവരെ സ്വയം തൊഴിൽ സാധ്യതകളിലേക്ക് പ്രാപ്തരാക്കി ഉയർത്തുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. 1979 ഓഗസ്റ്റ് 15 ഇവിടെയും തീയതിയും വർഷമൊക്കെ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. 1979 ഓഗസ്റ്റ് 15 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു പദ്ധതി 1979 ഓഗസ്റ്റ് 15 നിലവിൽ വന്നത്. 18 വയസ്സ് മുതൽ 35 വയസ്സിന് വരെയുള്ള അല്ലെങ്കിൽ അതിനിടയിൽ പ്രായമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതീ യുവാക്കൾക്ക് കൃഷി, വ്യവസായം, സേവനം, ബിസിനസ് തുടങ്ങിയ മേഖലകളിൽ ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിശീലനം നൽകുക, അതുപോലെ തന്നെ അവരുടെ സംരംഭകത്വ ശേഷി വികസിപ്പിക്കാൻ സഹായകമായിട്ടുള്ള കാര്യങ്ങൾ നൽകുക, ഇവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അപ്പോൾ ഇത്ര തന്നെ പ്രധാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്നാണ് ഈ പദ്ധതി നിലവിൽ വന്നത്? 1979 ഓഗസ്റ്റ് 15. പിന്നെ 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവതി യുവാക്കൾക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതിക പരിശീലനം നൽകുക, പിന്നെ സംരംഭകത്വ ശേഷി വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുക. ഇതാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യമാക്കുന്നത് കേട്ടോ. അടുത്തത് റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്, RLEGP. എന്താണ് ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം? ഭൂമിയില്ലാത്ത ഗ്രാമീണ തൊഴിലാളികൾക്ക് തൊഴിൽ ലഭ്യമാക്കുക, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുക, കൂടാതെ ഗ്രാമീണ മേഖലകളിലെ സ്ഥിരമായ ആസ്തികൾ സൃഷ്ടിക്കാൻ കഴിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. 1983 ഓഗസ്റ്റ് 15 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. 1983 ഓഗസ്റ്റ് 15 ആരംഭിച്ച പദ്ധതിയാണ് RLEGP. നേരത്തെ പറഞ്ഞ പ്രോഗ്രാമും ട്രൈസം എന്ന് പറയുന്ന പ്രോഗ്രാമും ആരംഭിച്ചത് ഒരു ഓഗസ്റ്റ് 15 തന്നെയായിരുന്നു. 1979 ഇത് 1983 ഓഗസ്റ്റ് 15 കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണേ. പൊതുവെയുള്ള ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ പറഞ്ഞു. എന്നാലും പോയിൻ്റ് ഔട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലെയും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ തന്നെയാണ്, ഭൂമിയില്ലാത്ത കുടുംബങ്ങളിലെ ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ നൽകിക്കൊണ്ട് അവരെ മെച്ചപ്പെടാൻ സഹായിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം.
ഏത് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഈ പദ്ധതി നിലവിൽ വന്നത് എന്നൊരു ചോദ്യം വന്നേക്കാം. RLAGP എന്ന ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഈ ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി സർക്കാരാണ് ഈ ഒരു പദ്ധതി നിലവിൽ കൊണ്ടുവന്നത്. ഇനി പൂർണ്ണമായും അല്ലെങ്കിൽ 100% ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഈ RLAGP അല്ലെങ്കിൽ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. 100% ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. 1983 ഓഗസ്റ്റ് 15 ഈ ഒരു പദ്ധതി ആരംഭിച്ചത്. സ്വന്തമായി ഭൂമിയില്ലാത്ത എല്ലാ കുടുംബങ്ങളിലും ഒരു വ്യക്തിക്കെങ്കിലും 100 ദിവസത്തിൽ കുറയാത്ത ഒരു തൊഴിൽ നൽകുക. അതുപോലെ ആരുടെ കാലത്താണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്? ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് കേട്ടോ. 100% കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് RLAGP. അടുത്തത് ജവഹർ റോസ്ഗർ യോജനയാണ് അല്ലെങ്കിൽ JRY. ജവഹർ റോസ്ഗർ യോജനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്കെങ്കിലും തൊഴിലുറപ്പ് നൽകുക എന്നുള്ളതാണ്. BPL കാർഡുള്ളവരുടെ കാര്യമാണ് ഈ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ലക്ഷ്യം. ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലും ഒരാൾക്ക് തൊഴിലുറപ്പ് നൽകുക എന്നുള്ള പദ്ധതിയാണ് ജവഹർ റോസ്ഗർ യോജന. 1989 ഏപ്രിൽ 1 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. ഈ ഒരു പദ്ധതി നിലവിൽ വന്ന സമയത്തെ പ്രധാനമന്ത്രി ആരാണ് എന്നൊരു ചോദ്യം വന്നേക്കാം. ജവഹർ റോസ്ഗർ യോജന 1989 ഏപ്രിൽ 1 നിലവിൽ വരുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആയിരുന്നു. അന്ന് ഏത് പഞ്ചവത്സര പദ്ധതിയായിരുന്നു നിലവിലുണ്ടായിരുന്നത്? 7ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് ജവഹർ റോസ്ഗർ യോജന നിലവിൽ വന്നത്. ഓർത്തിരിക്കുക, 7ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ജവഹർ റോസ്ഗർ യോജന നിലവിൽ വന്നത്. 2 പ്രോഗ്രാമുകൾ കൂടിച്ചേർന്നാണ് ഈ ഒരു ജവഹർ റോസ്ഗർ യോജന രൂപീകൃതമായിട്ടുള്ളത്. ഏതൊക്കെയാണത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും. ഈ 2 പ്രോഗ്രാമുകൾ ചേർന്നാണ് ജവഹർ റോസ്ഗർ യോജന രൂപീകൃതമായിട്ടുള്ളത്. ഏതൊക്കെയാണ് ആ പ്രോഗ്രാം? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? 1989 ഏപ്രിൽ 1 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. പ്രധാനമന്ത്രി ആ കാലഘട്ടത്തിലെ രാജീവ് ഗാന്ധി ആയിരുന്നു. അതുപോലെ 7ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ജവഹർ റോസ്ഗർ യോജന വന്നത്. നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും കൂടി ചേർന്നാണ് ജവഹർ റോസ്ഗർ യോജന രൂപീകൃതമായത്. അപ്പോൾ എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്നാണ് നമ്മൾ പറഞ്ഞത്? ഗ്രാമീണ മേഖലയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള എല്ലാ കുടുംബങ്ങളിലെയും ഒരാൾക്കെങ്കിലും തൊഴിലുറപ്പ് നൽകുന്ന ഒരു പദ്ധതിയാണ് ജവഹർ റോസ്ഗർ യോജന. ഇനി ഈ ഒരു പദ്ധതിയിൽ ആർക്കാണ് മുൻഗണന നൽകുന്നത്? നമ്മൾ ഈ ഒരു പദ്ധതിയിൽ ജവഹർ റോസ്ഗർ യോജനയിൽ മുൻഗണന നൽകുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കായിരിക്കും കേട്ടോ. എന്നാൽ 30% സംവരണം വനിതകൾക്കായി മാറ്റി വെച്ചിട്ടുമുണ്ട്. മുൻഗണന നൽകുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കാണ് ജവഹർ റോസ്ഗർ യോജന. 30% സംവരണം വനിതകൾക്കുമാണ്. 1999 ഏപ്രിൽ 1 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന നിലവിൽ വന്നു. ഈ ഒരു യോജന ജവഹർ റോസ്ഗർ യോജനയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് 1999 ഏപ്രിൽ 1 നിലവിൽ വന്നത്? ഏത് യോജനയായിരുന്നു? ജവഹർ ഗ്രാമ സമൃദ്ധി യോജന. ഇത് ജവഹർ റോസ്ഗർ യോജനയുടെ പിൻഗാമിയായിട്ടാണ് അറിയപ്പെടുന്നത്. അടുത്തത് 2001 സെപ്റ്റംബർ 25 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയിൽ ലയിപ്പിച്ചു. അപ്പോൾ ഈ 2 തീയതിയും ഒന്ന് അറിഞ്ഞിരിക്കുക. 1999 ഏപ്രിൽ 1 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന വന്നത്. അത് ജവഹർ റോസ്ഗർ യോജനയുടെ പിൻഗാമിയായിരുന്നു. ഇനി അതേ യോജന 2001 സെപ്റ്റംബർ 25 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയിൽ ലയിപ്പിച്ചു. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഈ ഒരു പദ്ധതിയിൽ ജവഹർ റോസ്ഗർ യോജനയുടെ ഈ ഒരു പദ്ധതി പ്രകാരം മുൻഗണന നൽകുന്നത് പട്ടികജാതി പട്ടികവർഗക്കാർക്കാണ്. അതുപോലെ 30% സംവരണം വനിതകൾക്കായി മാറ്റിവെച്ചിട്ടുമുണ്ട്.
1999 ഏപ്രിൽ 1 നിലവിൽ വന്ന ജവഹർ ഗ്രാമ സമൃദ്ധി യോജന ജവഹർ റോസ്ഗാർ യോജനയുടെ പിൻഗാമിയായിട്ട് അറിയപ്പെടുന്നു. 2001 സെപ്റ്റംബർ 25 ജവഹർ ഗ്രാമ സമൃദ്ധി യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയിൽ ലയിക്കുകയും ചെയ്തു കേട്ടോ. അപ്പോൾ എന്താണ് ഈ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന അല്ലെങ്കിൽ SGRY ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നിലവിൽ വന്ന ഒരു പദ്ധതിയാണ്. 2001 സെപ്റ്റംബർ 25 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. എന്നാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നിലവിൽ വന്നത്? 2001 സെപ്റ്റംബർ 25. ആരായിരുന്നു അന്ന് പ്രധാനമന്ത്രി? AB വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? AB വാജ്പേയി ആയിരുന്നു. ഏത് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നിലവിൽ വന്നത്? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന നിലവിൽ വന്നത്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 2001 സെപ്റ്റംബർ 25 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. AB വാജ്പേയി ആയിരുന്നു അന്ന് പ്രധാനമന്ത്രി. അതുപോലെ 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന അല്ലെങ്കിൽ SGRY നിലവിൽ വന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയുടെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ പദ്ധതിയുടെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ഇനി ഈ ഒരു പദ്ധതിയുടെ കേന്ദ്ര വിഹിതം എത്രയാണ്? 75% ഈ ഒരു പദ്ധതിയുടെ കേന്ദ്ര വിഹിതം വരുന്നത്. ഇനി ഈ പദ്ധതിയുടെ മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ്? സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന അറിയപ്പെടുന്ന മറ്റൊരു പേര്, ഈ പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. ഇനി 2008 ഈ ഒരു പദ്ധതി സമ്പൂർണ്ണ ഗ്രാമീണ റോസ്ഗാർ യോജന എന്ന ഈ ഒരു പദ്ധതി NREGPയിൽ ലയിച്ചു കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെയാണ് ഈ ഒരു പദ്ധതിയുടെ സേവനങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. അതുപോലെ 75% കേന്ദ്ര വിഹിതമാണ് ഈ പദ്ധതിക്കുള്ളത്. മറ്റൊരു പേരെന്തായിരുന്നു? യൂണിവേഴ്സൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. 2008 ഈ ഒരു പദ്ധതി NREGPയിൽ ലയിച്ചു. അടുത്തത്, ഈ രാജ്യത്തെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഉദ്യോഗം സൃഷ്ടിക്കുന്നതിനാവശ്യമായി പരിശ്രമിക്കുന്ന ഒരു യോജനയാണ് PMRY അല്ലെങ്കിൽ പ്രധാനമന്ത്രി റോസ്ഗാർ യോജന. സ്വയം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 1993 ഒക്ടോബർ 2 പ്രധാനമന്ത്രി റോസ്ഗാർ യോജന അല്ലെങ്കിൽ PMRY നിലവിൽ വരുന്നത്. ആരായിരുന്നു ഈ സമയത്ത് പ്രധാനമന്ത്രി? PV നരസിംഹറാവു ആയിരുന്നു കേട്ടോ. PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വരുമ്പോൾ പ്രധാനമന്ത്രി. ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ്? 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വന്നത്. 1993 ഒക്ടോബർ 2 നിലവിൽ വന്നു. PV നരസിംഹറാവു ആയിരുന്നു പ്രധാനമന്ത്രി. 8ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ 8ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വന്നത്. ഈ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ഈ തൊഴിൽ വകുപ്പ് മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഈ ഒരു പദ്ധതിയുടെ വിഹിതം പൂർണ്ണമായിട്ട് വഹിക്കുന്നത് കേന്ദ്ര സർക്കാർ ആയിരുന്നു. പൂർണ്ണമായും കേന്ദ്ര സർക്കാർ വഹിക്കുന്ന ഫണ്ടിലാണ് പ്രധാനമന്ത്രി റോസ്ഗാർ യോജന നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു പദ്ധതിയിൽ അംഗമാവുന്നതിനാവശ്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. 40,000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം പാടില്ല. താമസിക്കുന്ന സ്ഥലത്ത് കുറഞ്ഞത് 3 വർഷമെങ്കിലും സ്ഥിരമായി താമസിച്ചിരിക്കണം. ഇവയാണ് ഈ ഒരു പദ്ധതിയിൽ അംഗമാകുന്നതിനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന മാനദണ്ഡങ്ങൾ. എന്തൊക്കെയായിരുന്നു? 8ാം ക്ലാസ് പാസ്സായിരിക്കണം, 40,000 രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനം പാടില്ല, താമസിക്കുന്ന സ്ഥലത്ത് കുറഞ്ഞത് 3 വർഷമെങ്കിലും സ്ഥിരമായിട്ട് പാസ്സായിട്ടുണ്ടാവണം. പക്ഷെ ഇത് ഇത്രയും ഓർത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം 2008 ഏപ്രിൽ 1 പ്രധാനമന്ത്രി റോസ്ഗാർ യോജന പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുമായി ലയിപ്പിച്ചു.
പ്രധാനമന്ത്രി റോസ്ഗാർ യോജന 2008 ഏപ്രിൽ 1 പ്രധാനമന്ത്രി എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാമുമായിട്ട് ലയിപ്പിച്ചു. അപ്പോൾ ആ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാം. ഗ്രാമീണ പ്രദേശങ്ങളിൽ ജീവിത നിലവാരം ഉയർത്തുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടു കൂടി വന്ന ഒരു പ്രോഗ്രാമാണ് IRDP അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1980 ഒക്ടോബർ 2 ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്. IRDP നിലവിൽ വന്നത് 1980 ഒക്ടോബർ 2 ഗ്രാമീണ പ്രദേശങ്ങളിലെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണല്ലോ പ്രധാന ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാമൂഹ്യ പുരോഗതികൾക്കുള്ള അവസരങ്ങളും കൂടി ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ ഗ്രാമീണ മേഖലയിൽ അതിനുവേണ്ടി അർഹരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടെത്തി ആസ്തിവർദ്ധിത അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് IRDP ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ തയ്യൽ മെഷീൻ ചെറിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പറ്റുന്ന വിധത്തിലുള്ള മെഷീനുകളാണ്. ഇത് സബ്സിഡി നിരക്കിൽ കൊടുക്കുന്നത് IRDPയുടെ കീഴിലാണ്. ഓക്കെ, അപ്പോൾ ഗ്രാമീണ മേഖലയിലെ അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തി ആസ്തിവർദ്ധിത അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് സാമൂഹ്യപരമായി പുരോഗതി ഉണ്ടാക്കുകയാണ് IRDP ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഇതിലിപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കാൻ ആ ഒരു തീയതി തന്നെയുള്ളൂ. IRDP നിലവിൽ വന്നത് എന്നാണ് എന്ന്. IRDP എന്നാണ് നിലവിൽ വന്നത്? 1980 ഒക്ടോബർ 2. 1980 ഒക്ടോബർ 2 IRDP നിലവിൽ വന്നത്. അടുത്തത്, ഗ്രാമീണ കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ അവസരങ്ങൾ നൽകി ദാരിദ്ര്യം കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നൊരു പദ്ധതിയാണ് NRLM അല്ലെങ്കിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. എന്നാണ് ഈ ഒരു പദ്ധതി നിലവിൽ വന്നത്? 2011 ജൂൺ 3. 2011 ജൂൺ 3 നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ അല്ലെങ്കിൽ NRLM നിലവിൽ വരുന്നത്. ആരായിരുന്നു ആ സമയത്ത് പ്രധാനമന്ത്രി? എല്ലാ പദ്ധതിയിലും പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്, ആ കാലഘട്ടത്തിലെ പ്രധാനമന്ത്രി ആരായിരുന്നു, അല്ലെങ്കിൽ ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഈ ഒരു പദ്ധതി നിലവിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ NRLM നിലവിൽ വരുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ നിലവിൽ വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? മൻമോഹൻ സിംഗ് ആയിരുന്നു കേട്ടോ. അതുപോലെ 12ാം പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് അല്ലെങ്കിൽ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ നിലവിൽ വന്നത്. 2011 ജൂൺ 3 ഈ പദ്ധതി നിലവിൽ വന്നു. മൻമോഹൻ സിംഗ് ആയിരുന്നു പ്രധാനമന്ത്രി. അതുപോലെ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ നിലവിൽ വന്നത്. കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്ത ഈ ഒരു പദ്ധതി പ്രകാരം ചെയ്തിട്ടുള്ള 2 കാര്യങ്ങളാണ് ഇനി കൊടുത്തിട്ടുള്ളത്. ഗ്രാമീണ മേഖലയിൽ ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അതുപോലെ സ്വയം തൊഴിൽ സംരംഭങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക. ഈ 2 ലക്ഷ്യങ്ങളാണ് പ്രധാനമായിട്ടും NRLM പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയാണ് 2 പോയിൻറ്റ്സ്? ഗ്രാമീണ മേഖലയിൽ ലാഭകരമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സ്വയം തൊഴിൽ സംരംഭങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കുക. ഈ ഒരു പദ്ധതിയുടെ പേരൊന്നും മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ 2016 മാർച്ച് 29 നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി പുനർനാമകരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2016 മാർച്ച് 29 ഈ ഒരു പേര് മാറ്റിയത്. NRLM എന്നുള്ളത് മാറ്റിയിട്ട് ദീൻ ദയാൽ അന്ത്യോദയ യോജന NRLM എന്ന് പുനർനാമകരണം ചെയ്തു. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതോടുകൂടിയിട്ട് പ്രധാനപ്പെട്ട എല്ലാ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതികളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കൃത്യമായി എഴുതി വെച്ച് വായിച്ച് പഠിക്കുക കേട്ടോ. പ്രധാനപ്പെട്ട PSC ചോദിക്കുന്ന എല്ലാ പദ്ധതികളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഒരു ചോദ്യം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, ക്ലാരിറ്റി ഒരു അല്പം കുറവുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു ചോദ്യം ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. എല്ലാവരും ഒന്നത് സോൾവ് ചെയ്യാനൊന്ന് ശ്രമിച്ചു നോക്കിയേ. ചോദ്യം ഇതാണ്: മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന: ഈ പദ്ധതി ഗ്രാമീണ മേഖലയിലെ ജനങ്ങൾക്ക് 100 ദിവസത്തെ തൊഴിൽ ഉറപ്പാക്കുന്നു. രണ്ടാമത്തത്: ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് ഈ പദ്ധതി ഇന്ത്യയിൽ ആരംഭിച്ചത്.
മൂന്നാമത് 2005 പാർലമെൻറ്റ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാസ്സാക്കിയത്. എന്താണ് ഇതിൻ്റെ ഉത്തരം? ഒന്ന് നോക്കി പറഞ്ഞേ. എളുപ്പമല്ലേ? ഓപ്ഷൻ സി 1ഉം 3ഉം ശരി എന്നുള്ളതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 വീറ്റ് ഫോറസ്റ്റ് എക്സാമിൻ്റെ ചോദ്യമായിരുന്നു കേട്ടോ. ഒരൊറ്റ ചോദ്യം ഉൾപ്പെടുത്തിയുള്ളൂ, പക്ഷെ നമുക്കൊരു കോൺഫിഡൻസ് ഒന്ന് കൂടിയിട്ടില്ലേ, നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ വന്നിട്ടില്ലേ. ഓക്കെ, ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കിയാണെന്ന് നമുക്കറിയാം. ഏകദേശം എല്ലാ പദ്ധതികളും ഒരുപോലെ തന്നെ ഉണ്ട്, വർഷങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്, ഞാൻ പറയുകയാണെങ്കിൽ ഇത് പഠിക്കാനായിട്ട് ഈ ഒരു കണ്ടൻറ്റിനെ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗത്തിനെ ടേബിൾ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതെൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്തു നോക്കാമെന്ന് മാത്രം കേട്ടോ. ഒരു ടേബിൾ ഫോമിലേക്ക് മാറ്റുക. അപ്പോൾ പദ്ധതികളുടെ പേരെല്ലാം ഒരു കോളത്തിൽ കൊടുക്കുക, ഇത് വന്ന വർഷം തീയതി എന്നുള്ളത് മറ്റൊരു കോളത്തിൽ കൊടുക്കുക. മൂന്നാമതായിട്ട് ആ സമയത്തെ പ്രധാനമന്ത്രി അതുപോലെ രാഷ്ട്രപതി, പ്രധാനപ്പെട്ട പേരുകൾ മാത്രം മതി. ഞാൻ മെൻഷൻ ചെയ്തത് പ്രധാനമായിട്ട് കൊടുക്കുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതും ആഡ് ചെയ്യുക കേട്ടോ, കൊടുക്കുക. മൂന്നാമതായിട്ട് ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. അതുപോലെ പിന്നീട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് വളരെ ചുരുങ്ങിയ വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ടേബിൾ കണ്ടൻറ്റ് രൂപപ്പെടുത്തി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ടേബിൾ പഠിക്കില്ലേ, മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ പഠിക്കില്ലേ, അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇത് ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകുമൊന്നുമില്ല. നന്നായി പഠിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇതുവരെ പഠിപ്പിച്ചതെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സൗണ്ട് പ്രശ്നം കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഇത് ചെയ്ത് തീർത്തത്. കൂടെ നിന്നതിനും കേട്ടതിനും ഒക്കെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.